നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ അർജുനു വേണ്ടി നടക്കുന്ന രക്ഷാപ്രവർത്തനം നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു. പല ന്യായീകരണങ്ങളും മുന്നോട്ട് വരുന്നു. പെരുമഴയെന്നും നനഞ്ഞ മണ്ണെന്നും നിങ്ങൾ ആരോടാണ് പറഞ്ഞ് കൈയൊഴിയുന്നത്? കേരളത്തിലുള്ളവർ കാണാത്ത പെരുമഴയോ, നമ്മൾ കാണാത്ത നനഞ്ഞ മണ്ണോ? പ്രളയത്തിൽ ജീവൻ പണയപ്പെടുത്തി ഒന്നിച്ചു പോരാടിയ കേരള ജനതയോടാണോ നിങ്ങൾ 2 ദിവസത്തെ മഴച്ചാറ്റലിനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുന്നത്? മന്ത്രിപുത്രന്മാരായിരുന്നേൽ ഈ മഴയുടെ കാഠിന്യം നിങ്ങൾ നോക്കുമായിരുന്നോ? പണക്കാരനായിരുന്നേൽ നനഞ്ഞ മണ്ണിൻ്റെ വ്യാപ്തി നിങ്ങൾ അളക്കുമായിരുന്നോ? രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന പേരിൽ ആരെയും അങ്ങോട്ട് കടത്തിവിടാതെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതാണോ ശരിക്കുള്ള രക്ഷാപ്രവർത്തനം? പറ്റില്ലെങ്കിൽ മാറി നിൽക്കണം. ഒരു സമ്മതം കിട്ടിയാൽ അങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന 10,000 അടങ്ങുന്ന ജനസമൂഹം ഇവിടെയുണ്ട്. ഓർക്കുക, മന്ത്രിപുത്രൻ അല്ലെങ്കിലും അതൊരു ജീവനാണ്. ഒരു കുടുംബത്തിൻ്റെ ആകെയുള്ള ആശ്വാസമാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഒരു പെണ്ണിൻ്റെ പ്രതീക്ഷയാണ്. ഒരു നാടിൻ്റെ കൂടപ്പിറപ്പാണ്. ഗുണാക്കേവിൽ വീണുപോയ കൂട്ടുകാരനെ രക്ഷിക്കാൻ സ്വജീവൻ പണയം വെച്ച് സാഹസപ്പെട്ട് ആ ഭീകര ഗുഹയിലേക്ക് ഇറങ്ങിയ സുഹൃത്തുക്കൾക്ക് ജന്മം കൊടുത്ത നാടിൻ്റെ പേരാണ് കേരളം. കാലിൽ കുടുങ്ങിയ ചരട് ഇലക്ട്രിക് പോസ്റ്റിൽ കുരുങ്ങിയപ്പോൾ ഒരു പ്രാവിനെ രക്ഷിക്കാൻ ഒരു ഫോൺ കോളിൻ്റെ മാത്രം പിൻബലത്തിൽ ഓടിയെത്തിയ യൂണിഫോം ധാരികളുടെ നാടാണ് കേരളം. ഇരുട്ടിൽ ഉരുൾപൊട്ടി വീടുകൾക്ക് മീതെ പതിച്ചപ്പോഴൊക്കെ പോലീസും രക്ഷാസേനയും എത്തുന്നതിന് മുമ്പേ തൂമ്പയും മൺവെട്ടിയും മുതൽ JCB വരെ എടുത്ത് ഓടിയെത്തുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അവരുടെ പേര് കേരളീയർ എന്നാണ്. പെരുമഴയത്ത് ആർത്തൊഴുകിയ പെരിയാറിൻ്റെ നടുവിലെ തുരുത്തിൽ കുടുങ്ങിപ്പോയ നായയ്ക്ക് വേണ്ടി പുഴയ്ക്ക് മീതെ കയർ കെട്ടി രക്ഷാപ്രവർത്തനം നടത്തിയവരുള്ള നാടാണിത്. മാൻഹോളിൽ കുടുങ്ങിപ്പോയ അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി ജീവൻ നഷ്ടപ്പെട്ട നൗഷാദിൻ്റെ നാടാണ്. വെള്ളത്തിൽ വീണുപോയ ആൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടമാകുമെന്ന സത്യം അറിയാമെങ്കിലും മനുഷ്യൻ ഇറങ്ങാൻ മടിക്കുന്ന മാലിന്യവാഹിനിയിൽ ഇറങ്ങി മണിക്കൂറുകൾ തിരയാൻ മടി കാണിക്കാത്ത മനുഷ്യരുള്ള നാട്. വഴിയിൽ വാഹനാപകടത്തിൽപ്പെടുന്നവരെ ബേസിക് ലൈഫ് സപ്പോർട്ടോ വരും വരായികളോ നോക്കാതെ കയ്യിലും കാലിലും തൂക്കിയെടുത്ത് ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് പായുമ്പോഴും അവർക്കൊറ്റ ചിന്തയേ ഉള്ളൂ, അതൊരു മനുഷ്യൻ്റെ ജീവനാണ് എന്ന്. നാട്ടുകാരും അധികൃതരും രക്ഷാപ്രവർത്തകരുമെല്ലാം ചേർന്ന് കൈമേയ് മറന്ന് പണിയെടുത്ത എത്രയെത്രയോ അവസരങ്ങൾ. അപ്പോഴെല്ലാം മുന്നിൽ ഒറ്റ കാഴ്ചയെ അവർക്കുണ്ടായിരുന്നുള്ളൂ, മനുഷ്യൻ. കേരളീയർ ഇക്കാര്യത്തിൽ ഇത്തിരി ഓവറാണ്. പക്ഷേ ആ ഓവർ സ്മാർട്ട്നെസ്സിൻ്റെ വിലയറിയണമെങ്കിൽ ഉത്തര കന്നഡയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം കണ്ടാൽ മാത്രം മതി. ഏകദേശം സിഗ്നൽ കിട്ടാറായി എന്നായപ്പോൾ കർണാടക പോലീസ് സേനയിൽ നിന്ന് ലഭിച്ച അനുഭവം എന്തായിരുന്നു? കേവലം രക്ഷാപ്രവർത്തനത്തിൽ ലഭിക്കാനുള്ള അംഗീകാരവും ക്രെഡിറ്റും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണമല്ലേ നമ്മൾ അവിടെ കണ്ടത്? രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്ന മലയാളികളായ രക്ഷാപ്രവർത്തകർ അവസാന നിമിഷം ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇരയാവുകയായിരുന്നില്ലേ? ദുരന്തഭൂമിയിൽ അവർക്ക് നേരെ ഉണ്ടായ മർദ്ദനവും അവരെ ഇറക്കിവിട്ടതും ആരുടെ താല്പര്യപ്രകാരമായിരുന്നു? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ നിന്ന് വന്നവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം തങ്ങളുടെ സഹോദരനെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു.